നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്ന യൂട്യൂബുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഫീച്ചറാണ്. യൂട്യൂബിൽ വളരെ നേരത്തെ എത്തിയുള്ള ഫീച്ചറാണെങ്കിലും പല സുഹൃത്തുക്കൾക്കും ഈ ഫീച്ചർ എന്താണെന്ന് അറിയില്ല. കാരണം നമ്മൾ യൂട്യൂബിൽ പല കാര്യങ്ങളും സെർച്ച് ചെയ്യുന്ന ആളുകളാണ്. സെർച്ച് ചെയ്യുന്ന സമയത്ത് യൂട്യൂബിലുള്ള നമ്മൾ സെർച്ച് ചെയ്യുന്ന എല്ലാ ഡീറ്റെയിൽസുകളും ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ യൂട്യൂബിൽ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യുന്നത്, നിങ്ങളുടെ സ്വഭാവത്തിന് എന്തെങ്കിലും പെരുമാറ്റത്തിനോ എന്തെങ്കിലും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അധികം ആളുകളും ചെക്ക് ചെയ്യുന്നത് യൂട്യൂബിലാണ്. യൂട്യൂബിൽ ഏത് വീഡിയോ കണ്ടിട്ടാണ് അല്ലെങ്കിൽ ഏത് വീഡിയോയ്ക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ പല ആളുകളും വീട്ടിലൊക്കെ ചെക്ക് ചെയ്യാറുണ്ട്. പ്രധാനമായിട്ട് യൂട്യൂബിൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി എങ്ങനെ കണ്ടെത്താമെന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. സാധാരണ നമ്മൾ യൂട്യൂബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് നമുക്ക് സെർച്ച് ഹിസ്റ്ററി കണ്ടെത്താൻ നമ്മൾ ഈ സെർച്ച് ബാറിൽ നിന്ന് ക്ലിക്ക് കൊടുത്താൽ മതി. നിങ്ങൾക്ക് സെർച്ച് ഹിസ്റ്ററി ഇവിടെ കാണാൻ സാധിക്കും. പക്ഷേ ഇതിനകത്ത് നമുക്കൊരു പരിമിതിയുള്ള സെർച്ച് റിസൾട്ട് മാത്രമേ ലഭിക്കുള്ളൂ. എന്നാൽ കൂടുതൽ നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി അറിയുന്നതിന് വേണ്ടി ഇവിടെ നിങ്ങളുടെ ഈ പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക യൂട്യൂബിൻ്റെ. തുടർന്ന് ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടുതൽ ടെക്നോളജികളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണാൻ സാധിക്കും മാനേജ് ഓൾ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഏത് ജിമെയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഒരു ജിമെയിൽ ആവശ്യപ്പെടും. ആ ഒരു ജിമെയിൽ ഇവിടെ വെച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. സെലക്ട് ചെയ്ത് കൊടുത്താൽ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. ഇവിടെ കാണാൻ സാധിക്കുമ്പോൾ ഏറ്റവും മുകളിൽ ഹിസ്റ്ററി എന്നുള്ള ഓപ്ഷൻ, രണ്ടാമത്തെ കൺട്രോൾസ് ഉണ്ട്, അടുത്തത് ഇൻട്രാക്ഷൻ എന്നുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഏറ്റവും ആദ്യത്തിൽ ഹിസ്റ്ററി ഭാഗത്തേക്കാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തെന്നുള്ള താഴെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. ഓരോ വീഡിയോയുടെ ഡേറ്റ് അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ എന്തൊക്കെ കാര്യങ്ങൾ സെർച്ച് ചെയ്തെന്നുള്ള ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ സെർച്ച് ചെയ്തത് കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണെങ്കിൽ ഇനി കൂടുതൽ ഡീറ്റെയിൽസുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏത് വീഡിയോ ആണ് കണ്ടതെന്നുള്ള വീഡിയോയുടെ സൈഡിൽ തമ്പനയിൽ വരെ കാണാൻ സാധിക്കും. ഇത് ഓട്ടോമാറ്റിക്കായി നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഓട്ടോ ഡിലീറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എത്ര മാസം വേണം എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 3 മാസമോ 18 മാസമോ 36 മാസമോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്കത് ഓട്ടോ ഡിലീറ്റ് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഡിലീറ്റ് ടുഡേ, ഡിലീറ്റ് കസ്റ്റം റേഞ്ച്, ഡിലീറ്റ് ഓൾ ടൈം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ഇന്നത്തെ ദിവസത്താണ്, അല്ലെങ്കിൽ പ്രത്യേക ദിവസം നമുക്ക് റേഞ്ച് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനും അതുപോലെ തന്നെ ഡിലീറ്റ് ഓൾ ടൈം എന്നുള്ള ഓപ്ഷനുണ്ട്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കലണ്ടറിൻ്റെ ചിഹ്നം കാണിക്കും. ഈ കലണ്ടർ ചിഹ്നത്തിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഒരു ഡേറ്റ്, മന്ത്, ഇയർ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഡേറ്റ് ഏതാണ് വേണ്ടെങ്കിൽ ആ ഡേറ്റും ഏത് മാസമാണ് വേണ്ടെങ്കിൽ ആ മാസം സെലക്ട് ചെയ്യുക. താഴെ കാണുന്ന ഭാഗത്ത് അതിൻ്റെ ഫോർമാറ്റ് കാണാം, അതുപോലെ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ അതേ ദിവസത്തെ ഡീറ്റെയിൽസ് മാത്രം ലഭിക്കുകയും അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ഏതെങ്കിലും സമയത്ത് മൊബൈൽ ഫോൺ കൊടുത്ത് എന്തെങ്കിലും ഒരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ആ ദിവസത്തെ ഡേറ്റ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂട്യൂബ് ഹിസ്റ്ററി കണ്ടെത്താനും അത് ക്ലിയർ ചെയ്ത് കളയാനും സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.